ഹലോ ഗെയ്സ്, ഇന്ന് കുറച്ച് വയ്യാത്തൊരു ദിവസമാണ്. അപ്പം മേലെ പോയി ഇരുന്ന് സെറ്റാവാമെന്ന് വിചാരിച്ചു. ഈ ചാക്കിൽ അടച്ചു വെച്ചിരിക്കുന്ന സംഭവം എന്താണെന്നറിയോ? ഇത് നമ്മൾ മഞ്ഞൾ ഉണക്കാൻ വെച്ചിരിക്കുന്നതാണ്. വീട്ടിൽ തന്നെ നട്ട് വളർത്തിയ മഞ്ഞളാണ്. അപ്പൻ്റെ അമ്മയുടെ അധ്വാനമാണ്. അവരിതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ഞാനും ഇതേമാതിരി ഉണക്കാനായിട്ട് ഇട്ട് സഹായിക്കും. എനിക്ക് മടിയില്ലാത്ത തോന്നുന്ന സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ ഇതേപോലെ ഉണക്കാനായിട്ടിടും. മിക്കപ്പോഴും ഞാൻ മറന്നു പോകും, കാരണം ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അവരാണ് കൂടുതലും നോക്കാറ്. പിന്നെ മേലെ കയറി വന്ന് നോക്കുമ്പോഴാവും ചിലപ്പോൾ ഇതിങ്ങനെ പുറത്ത് കിടക്കുന്നതും ചിലപ്പോൾ വെയിലത്തിടാതെ ഇരിക്കുന്നത് കാണുക. അപ്പം അങ്ങനെ തോന്നുമ്പോൾ ഞാനതെടുത്ത് പുറത്തിടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടിട്ടേ ഭയങ്കര ചുമയും ആകെ ശ്വാസം മുട്ടൽ പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ജോലിക്ക് പോയില്ല. അപ്പോൾ മുകളിൽ അമ്മ അടിപൊളിയായിട്ട് ഇതേപോലെ തോട്ടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓർക്കിഡും ബൊഗെയിൻവില്ലയും പിന്നെ ഒരു റെഡ് കളറിലൊരു പൂവുള്ളൊരു ചെടിയുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഈ റെക്കോർഡ് ചെയ്യണേക്കാളും മുന്നേ ഓർത്ത് വെച്ച സംഭവമാണ്, പക്ഷെ ആ ഒരു സംഭവം ഞാൻ മറന്നുപോയി. ആ ഒരു ചെടിയും എല്ലാം വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ തണലത്ത് ഒരാളെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ട എല്ലാത്തുമ്മലും പൂവുണ്ടായിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ അവിടെ വന്നിരിക്കും. എപ്പോഴും ഇരിക്കാൻ ടൈമൊന്നും കിട്ടാറില്ല. ഒന്നാമത് രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലത്തെ പണി കഴിഞ്ഞ് പുറത്തത്തെ അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും രാത്രി 7 മണിയാവും. അപ്പോൾ നമുക്ക് ഈ ഒരു പൂവിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. അപ്പോൾ വല്ലപ്പോഴും ഞാനിവിടെ വന്നിരിക്കും. പക്ഷെ ആ ഇരിക്കണ സമയം ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ മൈൻഡ് ശരിക്കും നന്നായിട്ടൊന്ന് റിലാക്സ് ആവും. കുറേ ടൈം ആ പൂക്കളെ തന്നെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. പിന്നെ ഇതിനിടയിൽ അമ്മ ചെടികളൊക്കെ നനയ്ക്കാനായിട്ട് വന്നു. അമ്മയാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ്, അമ്മയ്ക്ക് തന്നെയാണ് കേട്ടോ. വേറെ ആർക്കും തന്നെ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. രാവിലെയും വൈകിട്ടൊക്കെ ഇപ്പം നല്ല ചൂടാണല്ലോ. അപ്പോൾ 2 നേരവും അമ്മ മേലോട്ട് കയറി വന്ന് ചെടികൾ നനയ്ക്കലും പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കലും അങ്ങനെ പിന്നെ ഈ മഞ്ഞൾ പുറത്തിടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോവും. പിന്നെ എനിക്ക് നല്ല ചുമയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ചുക്ക് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് കുടിച്ചു. പിന്നെ അമ്മയ്ക്ക് ഈ ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. അത് നോക്കുന്ന ആളുകളെ പോലെ ഇരിക്കും. അമ്മ കൃത്യം വളമിടലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ പൂക്കളൊക്കെ അത്യാവശ്യം നന്നായി വളരുകയും നല്ല ഫ്രഷായിട്ട് തന്നെ ചെടികൾ ഇരിക്കുകയും ചെയ്യും. ഇതുപോലൊന്നും നോക്കാനായിട്ട് എന്നെക്കൊണ്ട് കഴിയില്ല കേട്ടോ. പിന്നെ അതിൻ്റേതായിട്ടുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്ക് വേണം. എനിക്ക് വേറൊരു മൈൻഡാണ്, കുക്കിങ്ങിലാണ് കുറച്ചും കൂടിയും താല്പര്യം. അപ്പോൾ ആ ഒരു രീതിയിൽ പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.